ട്രംപ് ഇറാനെ വീണ്ടും ഭീഷണിപ്പെടുത്തുന്നു. വരാനിരിക്കുന്നത് ഇറാന്റെ വേദനാജനകമായുള്ള നാളുകളാണെന്ന് ട്രംപ് പറയുന്നു. ഇറാനെ ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തി കാര്യം നേടുക എന്ന ലക്ഷ്യത്തോടെയോ വേണ്ടിവന്നാൽ ഇറാൻ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയോ ആണ് അമേരിക്കയുടെ USS അബ്രഹാം ലിങ്കൺ വിമാനക്കപ്പലിന് പുറമെ അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് എന്ന 2 ആണവ റിയാക്ടറുകളുള്ള അമേരിക്കൻ വിമാനവാഹിനി കപ്പൽ കൂടി ഇറാനെ ലക്ഷ്യമിട്ട് നീങ്ങുന്നത്. ഇറാനെതിരെ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്ന ശക്തമായ സൈനിക നടപടിക്ക് അമേരിക്കൻ പെന്റഗൺ പദ്ധതിയിടുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ആണവ കേന്ദ്രങ്ങൾക്ക് പുറമെ ഇറാന്റെ സുരക്ഷാ ഭരണകേന്ദ്രങ്ങളെയും ലക്ഷ്യം വെച്ചേക്കാമെന്നാണ് കണക്കൂട്ടുന്നത്. ഒരു കരാറിലെത്തിയില്ലെങ്കിൽ ഇറാനുമായുള്ള സാഹചര്യം വളരെ വേദനാജനകമായിരിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. ഇതോടെ പശ്ചിമേഷ്യൻ കടലിടുക്കുകൾ അമേരിക്കൻ യുദ്ധക്കപ്പലുകളാലും അന്തർവാഹിനികളാലും അനുബന്ധ കപ്പലുകളാലും നിറഞ്ഞിരിക്കുകയാണ്. കൂടാതെ അത്യാധുനിക യുദ്ധവിമാനമായ F-35A സ്റ്റെൽത്ത് വിമാനങ്ങളും മേഖലയിലെ വിവിധ സൈനിക താവളങ്ങളിലേക്ക് അമേരിക്ക എത്തിച്ചിട്ടുണ്ട്. മേഖലയിലെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ പാട്രിയറ്റ് താഡ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും അമേരിക്ക സജ്ജമാക്കിയിരിക്കുന്നു. അതേസമയം ഇറാൻ അമേരിക്കയോട് കൊമ്പുകൊത്തുകൊണ്ട് പറയുന്നത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതികളിലേക്കും പ്രതിരോധ സംവിധാനങ്ങളിലേക്കും അമേരിക്കയും ഇസ്രായേലും എത്തിനോക്കേണ്ടതില്ല എന്നാണ്. അതിൽ തൊടാൻ ഒരു രാജ്യത്തെയും ഞങ്ങൾ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഇറാൻ. എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതികളിൽ വേണമെങ്കിൽ ഒരു നീക്കുപോക്ക് വരുത്താം. പക്ഷേ അതിനു മുമ്പ് ഇറാനുമേലുള്ള എല്ലാ ഉപരോധങ്ങളും അമേരിക്ക പിൻവലിക്കണം. അതല്ലാതെ ഏകപക്ഷീയമായ ഒരു ആക്രമണത്തിന് അമേരിക്ക മുതിർന്നാൽ ഇറാന്റെ മണ്ണിൽ അമേരിക്കയുടെയോ അമേരിക്കൻ ഒത്താശയോടെ ഇസ്രായേലിന്റെയോ ആക്രമണമുണ്ടായാൽ പശ്ചിമേഷ്യ നിന്ന് കത്തുക തന്നെ ചെയ്യുമെന്നാണ് ഇറാന്റെ ഭീഷണി. പശ്ചിമേഷ്യയിലെ മുഴുവൻ അമേരിക്കൻ ബേസുകളും അമേരിക്കയെ സഹായിക്കുന്ന അയൽ രാജ്യങ്ങളും ഇസ്രായേലും ഇറാന്റെ മിസൈൽ അഗ്നിക്കിരയാക്കുമെന്നാണ് ഇറാൻ ഒരു കൂസലുമില്ലാതെ അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് പറയുന്നത്. ഒരേ സമയം ഇറാന്റെ എല്ലാ ശക്തികളെയും സന്നാഹങ്ങളെയും അമേരിക്കയ്ക്ക് നശിപ്പിക്കാനായില്ലെങ്കിൽ ഇറാന്റെ മിസൈലുകൾ മുഴുവൻ അമേരിക്കൻ സങ്കേതങ്ങളെയും ഇസ്രായേലിനെയും നിന്ന് കത്തിക്കും. അത് അമേരിക്ക ഓർക്കുന്നത് നന്നായിരിക്കുമെന്നാണ് ഇറാന്റെ ഭീഷണി.